ബിനു, കേരളത്തിൽ എത്ര ന്യൂസ് ചാനലുകളുണ്ട്? ഒരുപാടുണ്ട്. ഇനിയും വരാനിരിക്കുന്നു പലതും. പക്ഷേ കേരളത്തിൽ ഇത്രയും ന്യൂസ് ചാനലിനൊരു ഭാവിയുണ്ടോ? ഒട്ടേറെ മാധ്യമപ്രവർത്തകർ ഇന്ന് കേരളത്തിലുണ്ട്. നിരവധി ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടുന്ന് എല്ലാ കുട്ടികളും പഠിച്ചിറങ്ങി ജേർണലിസ്റ്റ് ട്രെയിനിങ് ആയിട്ടും ജേർണലിസ്റ്റുകളായും ഒക്കെ വരുന്നുണ്ട്. കേരളത്തിൽ ന്യൂസ് ചാനലുകളുടെ ഭാവി എന്തായിരിക്കും? തീർച്ചയായും വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് പ്രിയൻ ചോദിച്ചത്. കാരണം കേരളത്തിൽ ന്യൂസ് ചാനലിൻ്റെ ഭാവി, കാരണം നമുക്ക് ഒരു സമയം ഒരു ചാനൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ടി വിയിലാണെങ്കിലും അല്ലെങ്കിൽ മൊബൈലിലാണെങ്കിലും ഒരു സമയം ഒരു ചാനലേ കാണാൻ പറ്റൂ. സ്വാഭാവികമായും ഇതിൻ്റെ ഒരു മത്സരം അത് കടുക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നവർ മത്സരം കടുക്കുകയാണ്. കാരണം റേറ്റിങ്ങിൽ ഒന്നാമതെത്തിയാലേ പരസ്യങ്ങൾ കിട്ടൂ, അല്ലെങ്കിൽ യൂട്യൂബ് വരുമാനമൊക്കെ കിട്ടണമെങ്കിൽ റേറ്റിംഗ് ഉയർത്തണം. അതിനുവേണ്ടി എന്ത് ഹീനമായ മാർഗങ്ങളും സ്വീകരിക്കുന്ന തലത്തിലേക്ക് ചാനലുകൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അതായത് ഇപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഇത്രയധികം ബിസിനസ് സ്ഥാപനങ്ങൾ മാത്രമേ അന്നും ഇന്നും ഒക്കെ ഉള്ളൂ. അപ്പോൾ അവർ കൊടുക്കുന്ന പരസ്യങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം ഒരു 14 കോടി രൂപയൊക്കെയാണ് ഒരു മാർക്കറ്റുള്ളത് ഒരു മാസം. ഇത് ഇത്രയും ചാനലുകൾക്കായിട്ട് വീതിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും 14 ചാനലുകളാണെങ്കിൽ 1 കോടി വെച്ചാണെങ്കിൽ എല്ലാ ചാനലുകൾക്കും 1 കോടി വെച്ച് കിട്ടും. അപ്പോൾ അത് 30 ചാനലാണെങ്കിൽ 50 ലക്ഷത്തിൽ താഴെയുള്ള വരുമാനമല്ലേ കിട്ടും. പിന്നെ റേറ്റിംഗ് കൂടുതലുള്ളവർക്ക് കൂടുതൽ പരസ്യം കമ്പനികൾ കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പൈസ ഉപയോഗിച്ച് വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒരു ചാനൽ ഒരു മാസം പ്രവർത്തിപ്പിക്കണമെങ്കിൽ ശരാശരി 1 കോടി രൂപയോളം വേണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, മിനിമം. അത് ഈ വലിയ ചാനലുകൾക്ക് അത്രയൊന്നും പോരാ, മിനിമമാണ് ഞാൻ പറഞ്ഞത്. അതായത് സാറ്റലൈറ്റിന് കൊടുക്കേണ്ട തുക, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്, ഇപ്പോൾ ACB, കേരള വിഷൻ, ഡിഷുകൾ, ഇവർക്കൊക്കെ കോടിക്കണക്കിന് രൂപ അത് സംരക്ഷണം ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കേണ്ടതുണ്ട്. പിന്നെ സാറ്റലൈറ്റിൻ്റെ പൈസ, അതോടൊപ്പം തന്നെ സ്റ്റാഫുകളുടെ ശമ്പളം, മറ്റ് ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ, വൈദ്യുതി, ജനറേറ്റർ എല്ലാം ചേർത്ത് വരുമ്പോൾ ഒരു കോടി 1.25 കോടി രൂപ ഒരു മാസം ഒരു ചാനലിന് വേണം. ഇത്രയും പരസ്യം കിട്ടിയാൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. സ്വാഭാവികമായും ഇത്രയും പരസ്യം കിട്ടാതെ വരുമ്പോഴാണ് ചാനലുകൾ പ്രതിസന്ധിയിലാകുന്നത്. ആദ്യത്തെ 5 റേറ്റിങ്ങിൽ, ബാർക്ക് റേറ്റിങ്ങിൽ ആദ്യത്തെ 5 സ്ഥാനത്തിനുള്ളിൽ വന്നാൽ മാത്രമേ ആഡുകൾ കിട്ടുകയുള്ളൂ. അതായത് നാഷണൽ ആഡൊക്കെ അവരൊക്കെ ഈ റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നോക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ റിപ്പോർട്ടറൊക്കെ ഇപ്പോൾ രണ്ടാമതൊരു റീലോഞ്ചൊക്കെ നടത്തിയതിന് ശേഷം അവർ റേറ്റിങ്ങിൽ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്, 2ാമത് റിപ്പോർട്ടറും, 3ാമത് 24ഉം, 4ാമത് മനോരമയും, 5ാമത് മാതൃഭൂമിയുമാണ്. അതിനുശേഷം ഇപ്പോൾ പുതുതായിട്ട് വന്ന ന്യൂസ് മലയാളം എന്ന ചാനൽ 6ാമതായി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 7ാമത് ജനം TVയും, 8ാമത് കൈരളിയും, 9 ന്യൂസ് 18ഉം, 10 മീഡിയ വൺ. അങ്ങനെയാണ് റേറ്റിംഗ് കണക്കുകൾ പോകുന്നത്. അതിൽ ഇനി പല ചാനലുകൾ പുതുതായി വരാൻ പോകുന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഏത് തരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ നമ്മുടെ വിപണിയിലുള്ള മാർക്കറ്റിംഗ് തുക കൊണ്ട് ഈ ചാനലുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ റേറ്റിംഗ് ഏത് തരത്തിൽ വരും. നമുക്കറിയാം, ഇപ്പം ചാനലുകളിൽ എല്ലാ മാറ്റങ്ങൾ, AR, XR, VR അങ്ങനെയൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ ചാനലുകൾ പ്രവർത്തിപ്പിക്കുന്നത്. ഗ്രാഫിക്സിൻ്റെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പേരെ ആകർഷിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രോഗ്രാമുകളും അല്ലെങ്കിൽ ന്യൂസുകളുമൊക്കെ, ന്യൂസ് വായിക്കുന്ന രീതിയും എല്ലാം പഴയതിൽ നിന്ന് വ്യത്യസ്തമായി. നമ്മൾ പണ്ട് കാലത്ത് ദൂരദർശനിൽ ഒരിടത്ത് ഇരുന്ന് ഒരു പാസ്പോർട്ട് സൈസ് ഫ്രെയിം വെച്ച് വായിക്കുന്ന ആ രീതികളൊക്കെ മാറി. ഇപ്പോൾ ന്യൂസ് റീഡേഴ്സ് നടന്ന് വായിക്കുന്നു, ഓടിക്കൊണ്ട് വായിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ സ്റ്റുഡിയോകളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഗ്രാഫിക്സിൻ്റെ അനന്ത സാധ്യതകൾ, ടെക്നോളജി ഒരുപാട് വളർന്നിരിക്കുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതിനനുസരിച്ച് ഓരോ ചാനലുകൾക്കും, പുതുതായിട്ട് വരുന്ന ചാനലുകളെല്ലാം ഈ ടെക്നോളജി ഉപയോഗപ്പെടുത്തുമ്പോൾ മറ്റ് ചാനലുകൾക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി അവരും ഈ ഒരു ടെക്നോളജിയെ കൊണ്ടുവരികയും മികച്ച അവതാരകരെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ ചാനൽ രംഗത്ത് ഇപ്പോൾ മത്സരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയം മാത്രമായി ആ ദിവസം മുഴുവൻ ചർച്ച ചെയ്യും. ഒരു ചാനൽ അതാണ് കൊടുക്കുന്നതെങ്കിൽ മറ്റ് എല്ലാ ചാനലുകളും അത് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ പത്രം എടുത്ത് പരിശോധിച്ചാൽ, പത്രത്തിൽ ഇപ്പോൾ ഒരു വലിയ വാർത്ത വന്നാൽ ആ വാർത്ത ഫ്രണ്ട് പേജിലും അല്ലെങ്കിൽ അകത്ത് കുറച്ച് പേജുകളിലും ഉൾപ്പെടുത്തിയ ശേഷം ബാക്കി വാർത്തകൾ ഒന്നും മാറ്റം വരുന്നില്ല, ബാക്കി വാർത്തകളെല്ലാം അതിൽ ഉൾപ്പെടുത്തും. പേജിൻ്റെ എണ്ണം കുറയാം, അല്ലെങ്കിൽ വാർത്തകളുടെ ലെങ്ത് കുറയാം. പക്ഷേ ചാനൽ അങ്ങനെയല്ല. ചാനലിപ്പോൾ ഇന്നൊരു വലിയ വിഷയം വന്നെന്നിരിക്കട്ടെ, ഇപ്പോൾ ദിലീപിൻ്റെ ഒരു വിധിയാണെന്നിരിക്കട്ടെ, ഇന്ന് മൊത്തം ചാനലുകൾ രാവിലെ മുതൽ അത് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ വേറെന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട സംഭവം വന്നാലും അല്ലെങ്കിൽ ബഡ്ജറ്റ് വന്നാലും അത് മാത്രമായി പോകും. അപ്പം നമുക്ക് മറ്റൊരു വാർത്ത അറിയാൻ കഴിയുകയില്ല. അപ്പോൾ റേറ്റിങ്ങിന് വേണ്ടിയാണ് ഇവർ ഇത്തരത്തിലുള്ള
ചില തീരുമാനങ്ങളിലേക്ക് എത്തുന്നത്. പണ്ട് ദൂരദർശനിലെന്ന് പറഞ്ഞാൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും 15 മിനിറ്റ് വാർത്തയിൽ ഇതെല്ലാം ഉൾക്കൊള്ളിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനം കാണുന്നില്ല. ഈ റേറ്റിങ്ങിൽ പറഞ്ഞു വന്നപ്പോൾ തന്നെ റേറ്റിംഗ് ഈ ചാനലുകളുടെ എണ്ണം കൂടുന്നു, റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കടിപിടി കൂടുന്നു. ഇതൊരു വലിയ കിടമത്സരത്തിനും മൂല്യച്യുതിക്കും അധാർമികതയ്ക്കും ഒക്കെ വഴിവെക്കില്ലേ? തീർച്ചയായും. അതായത് ഈ വാർത്തകൾ നമ്മൾ പത്രത്തിൻ്റെ വാർത്തകളെന്ന് പറഞ്ഞാൽ നമുക്കത് ഒരുപാട് സമയമെടുത്ത് അത് ക്രോസ് ചെക്ക് ചെയ്യാനൊക്കെ സമയമുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എയർ ചെയ്യുക, മറ്റ് ചാനൽ കൊടുക്കുന്നതിന് മുമ്പായി കൊടുക്കുക. അതാണ് ഇപ്പോഴത്തെ. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കേസുകളിലൊക്കെ ജേർണലിസ്റ്റുകൾ പെടുന്ന, റിപ്പോർട്ടർമാരൊക്കെ പെടുന്നത് അതുകൊണ്ടാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നാൽ അത് വെച്ചുകൊണ്ടിരുന്നാൽ മറ്റാരെങ്കിലും കൊടുത്താലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് കൊടുക്കും. പെട്ടെന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആധികാരികത പരിശോധിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ വാർത്തയിൽ ചിലപ്പോൾ പിഴവുകൾ വന്നാൽ നിയമ പോരാട്ടങ്ങളിലേക്ക് അവർ പോകും. അത് പിന്നെ നമ്മുടെ ഈ വാർത്താ ചാനലുകളിലെ ജേർണലിസ്റ്റുകൾക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്നവർക്കും പിന്നീട് കോടതിയിൽ കയറി ഇറങ്ങി പോകേണ്ട അവസ്ഥകളും ഉണ്ടാക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ പ്രിയൻ ചോദിച്ചതുപോലെ ഇനി ഒരു വാർത്താ ചാനലിന് കേരളത്തിൽ സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതുതായിട്ട് റിപ്പോർട്ടർ റീലോഞ്ച് ചെയ്തപ്പോഴും പറഞ്ഞു പോയി ഇതിപ്പോൾ കൂടിപ്പോയാൽ മാതൃഭൂമിക്ക് താഴെ നിൽക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ 2ാം സ്ഥാനത്തേക്ക് എത്തി. അതുകൊണ്ട് തന്നെ ന്യൂസ് മലയാളം എന്ന് പറഞ്ഞ ചാനലും അത് പിന്നെ ഇപ്പോൾ റേറ്റിംഗ് വന്നത് പെയ്ഡാണെന്നൊക്കെയുള്ള കിംവദന്തികളൊക്കെ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എത്ര യാഥാർത്ഥ്യമുണ്ടെന്ന് അറിയില്ല. പക്ഷേ അവരും ഈ പറഞ്ഞതുപോലെ ന്യൂസ് മലയാളം അതൊരു 6ാമതോ 7ാമതോ ഒക്കെ നിൽക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്ന രീതിയിലാണ് പലരും പറഞ്ഞത്. പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ മനോരമയ്ക്കും മാതൃഭൂമിക്കും തൊട്ട് താഴെയായി സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ല കണ്ടൻറ്റുകൾ, നല്ല വാർത്തകൾ കൊടുത്താൽ കാണാൻ ആളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. അതുകൊണ്ട് തന്നെ ഏത് പുതിയ ചാനൽ വന്നാലും എന്തെങ്കിലും വ്യത്യസ്തത അവരുടേതായി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായ ചാനലിന് കയറി വരാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഫേസസ് ആണ് പ്രധാനം. ഇപ്പോൾ നമുക്കറിയാം ഓരോ ചാനലിലും ഓരോ ജേർണലിസ്റ്റുകളെ വെച്ചിട്ടാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ആ രീതിയിലേക്ക് കാര്യങ്ങളെത്തി. ഒരു സിനിമ അതിലെ താരത്തിനെ പോലെ ഈ ജേർണലിസ്റ്റുകൾ, ആങ്കർമാരായി വരുന്ന ജേർണലിസ്റ്റുകളുടെ മുഖം വെച്ചിട്ടാണ് ഒരു പല ചാനലുകളും നിലനിൽക്കുന്നത്. അതെ അതെ, അവർ പ്രൊമോയൊക്കെ കൊടുത്തിട്ട് ഇത്തരത്തിൽ അവരുടെ പേര് വെച്ചിട്ട് ഷോയൊക്കെ കണ്ടക്ട് ചെയ്യും. പണ്ട് നമുക്കറിയാം ശ്രീകണ്ഠൻ നായരൊക്കെ നമ്മൾ തമ്മിൽ ഏഷ്യാനിൽ അവതരിപ്പിച്ചതിന് ശേഷം മനോരമയിൽ പോയി അത്തരമൊരു ഷോ അവതരിപ്പിച്ചപ്പോൾ ശ്രീകണ്ഠൻ നായർ ഒരു നിർദ്ദേശം അങ്ങോട്ട് വെച്ചു എന്നാണ് കേട്ടത്, ശ്രീകണ്ഠൻ നായർ ഷോ എന്ന് വയ്ക്കാമെന്ന്. പക്ഷേ അന്ന് മനോരമ അത് അനുവദിച്ചില്ല. അതിനെ തുടർന്നാണ് അദ്ദേഹം പിന്നെ അവിടെ നിന്ന് രാജിവെച്ച് സൂര്യ TV-യിൽ അത്തരത്തിലൊരു ഷോയിലൂടെ വരുന്നത്. പിന്നീടാണ് അദ്ദേഹം 24-ലേക്ക് വരികയും ഫ്ലവേഴ്സിൻ്റെ ഇതിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഓരോരുത്തരുടെ പേരിൽ തന്നെ ഷോ തുടങ്ങാൻ തുടങ്ങി. കോഫി വിത്ത് ഇന്ന ജേർണലിസ്റ്റ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ സ്വാഭാവികമായും ഒരുപാട് മാറ്റങ്ങൾ ഈ ടെലിവിഷൻ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പലർക്കും ഗുണകരമായും വന്നിട്ടുണ്ട്, ദോഷകരമായും വന്നിട്ടുണ്ട്. ഗുണകരം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ചിലർക്ക് നീതി ലഭിക്കേണ്ട വിഷയങ്ങളിലൊക്കെ, ഇപ്പോൾ ബാങ്ക് ജപ്തി, ഒരുപാട് പൈസ അടച്ചു അവസാനം വഴിയാധാരമാക്കി വിട്ടവർക്ക് വേണ്ടിയിട്ട് ചാനലുകൾ വാർത്ത ചെയ്ത് ചിലപ്പോൾ അവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്, നീതി ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദേശത്ത് ജയിലിൽ കഴിയേണ്ടി വന്ന ആളിന് ഇത്തരത്തിൽ ചാനൽ വാർത്തയിലൂടെ അത് അറിയുകയും അങ്ങനെ അവർക്ക് നീതി ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാർ ഒരുപാട് മിതത്വം പാലിക്കാൻ തുടങ്ങി. പണ്ട് കാലത്ത് നമുക്കറിയാം പത്രം മാത്രം ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും ബ്ലണ്ടർ പറഞ്ഞാൽ അവർ പിറ്റേന്ന് തിരുത്തും, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയും. ഇപ്പോൾ ലൈവാണല്ല, എന്ത് പറഞ്ഞാലും അത് വാർത്തയാകുന്നു. നമുക്കറിയാം സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർക്ക് രാജിവെക്കേണ്ട സാഹചര്യം വന്നതുപോലും ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ ഒരു ഇതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർക്കും എന്തും വിളിച്ചു പറയാവുന്ന രീതി മാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് ജനങ്ങൾ കാണുകയും അവർക്ക് പിന്നീട് അത് തെരഞ്ഞെടുപ്പിലൂടെ അതിൻ്റെ ഒരു ശിക്ഷ ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചാനലുകൾക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും മാർക്കറ്റിംഗ് സ്പേസേ ഇവിടെ ഉള്ളൂ, ഇത്രയും ക്യാഷേ ഇവിടെ ഉള്ളൂ, അത് വീതിച്ചെടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കിടമത്സരം വരും. അപ്പോൾ അതിനനുസരിച്ച് കണ്ടൻറ്റ് മോശമായാൽ അതും പ്രശ്നമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ഒരു നല്ല വിജയം അല്ലെങ്കിൽ നല്ല സ്റ്റാഫുകൾക്ക് ശമ്പളമൊക്കെ കൃത്യമായി കൊടുത്ത് ചാനൽ സുഖകരമായി മുന്നോട്ട് പോവുകയുള്ളൂ.